Welcome to this session. MCS 218 Data Communication and Computer Networks in the Block 1 Unit 1 Introduction to Internet ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനതിൻ്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ സബ്ജക്റ്റ് എന്തിനാണ് നമ്മൾ പഠിക്കണത്, ഇതിൻ്റെ ആവശ്യകത എന്താണ്, എന്തിനാണ് ഈ സിലബസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, മെയിനായിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ് എന്തൊക്കെയാണെന്നുള്ളൊരു എന്താ പറയുക ഒരു കവറിങ് പോലെ ഒരു ഔട്ട്ലൈൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനെറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ ഇൻ്റർനെറ്റ്. നമ്മളെല്ലാവരും ഡെയിലി കേൾക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ്, അഥവാ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് നെറ്റ്. അപ്പോൾ അതെന്താണ് നമുക്ക് ബ്രീഫായിട്ട് അറിയണ്ടേ, എന്താണ് ഇൻ്റർനെറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നവരാണ്, വേറെ ഒരു പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്, പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഡാറ്റാസൊക്കെ ഷെയർ ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് പല ഫോമിലാണ്. ഒന്നെങ്കിൽ മെസ്സേജ് ആയിരിക്കാം, കോളായിരിക്കാം, ഒന്നെങ്കിൽ വീഡിയോ കോള്, ഓഡിയോ, എന്തും ആയിക്കോട്ടെ. അപ്പം ടെക്സ്റ്റ് ഫോമിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക, അല്ലെങ്കിൽ വീഡിയോ, ഓഡിയോ, പലതരത്തിലുള്ള മീഡിയാസ്, ഇമേജസൊക്കെ നമ്മൾ അയക്കൂലേ. അപ്പം എങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് എത്തുന്നത്, ആളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടാന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ വേണം, ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്യാണ്ട് നമുക്ക് ഒരു കാര്യം നടക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസാണ് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമൊക്കെ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും നമുക്കൊരു പ്രോസസ്സ് നടത്തണമെങ്കിൽ എന്ത് വേണം, ഡാറ്റ വേണം, ഇൻ്റർനെറ്റ് വേണം, നെറ്റുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടക്കത്തില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു ടൈം മനസ്സിലാക്കണം, നെറ്റ്വർക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുറേ കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകളെ ഇൻ്റർകണക്ട് ചെയ്ത് വെക്കുക. കുറേ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസിനെ പരസ്പരം ഇൻ്റർലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക ഫോർ ട്രാൻസ്മിറ്റിംഗ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന PC ആകാം, ഡെസ്ക്ടോപ്പ് ആകാം, ടാബ് ആകാം, ഇവൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോൺ ആകാം. ഈ ഓരോ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാകും റൺ ചെയ്യുക. ഒന്നെങ്കിൽ ഫെഡോറ, ലിനക്സ്, വിൻഡോസ്, ഉബണ്ടു, ഏതിലും ആണെങ്കിലും നമ്മൾ അയക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അപ്പുറത്തുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ എൻറ്റിറ്റീസിൻ്റെ കണക്ഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയുക, നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പം ഈ നെറ്റ്വർക്കിൻ്റെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുക. വേൾഡ് വൈഡ് സ്കോപ്പുള്ള ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് അഥവാ നെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. എന്തിനാണ് ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇൻഫർമേഷനെ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ റിസോഴ്സ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ഡാറ്റാസ് ഷെയർ ചെയ്യാം അല്ലേ. ഇപ്പം നമ്മൾ മെയിൽ അയക്കും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യും, വീഡിയോ കോൺഫറൻസിങ് വെക്കും, ഈ വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫർമേഷനെ ഷെയർ ചെയ്യും. അതേപോലെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഹാർഡ്വെയർ റിസോഴ്സസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിസോഴ്സസ്, ഫയലൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഓഫീസിൽ സ്റ്റാഫ് ആണെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ട്. അപ്പം ഓരോരുത്തരും ഓരോ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ഒറ്റ സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക, ഹൈലി നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം എല്ലാവരുടെ സിസ്റ്റത്തിലും അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആണ്, ഈ ഡിവൈസസുകളൊക്കെ കണക്റ്റഡ് ആണെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സിസ്റ്റത്തിലൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഹാർഡ്വെയർ ആണെങ്കിൽ നമുക്ക് ഒരു പ്രിൻ്റർ, നമുക്ക് ഒരൊറ്റ പ്രിൻ്റർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ സിസ്റ്റത്തിൽ നിന്നും പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പറ്റും.
ഇതൊക്കെ ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിലാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഒക്കെ മേ ബി വയർലെസ് അല്ലെങ്കിൽ വയേർഡ് ഫോമിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കുറേ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മേ ബി അടുത്തുള്ള പേഴ്സണായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ മെട്രോപൊളിറ്റൻ ഏരിയയിൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയ തന്നെ എന്തായിരിക്കാം ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പം അങ്ങനെ ജിയോഗ്രഫിക്കൽ ഏരിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഇൻ്റർനെറ്റ് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ ലക്ഷക്കണക്കിന് ഓർഗനൈസേഷണൽ നെറ്റ്വർക്ക്സ്, അതെന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ടാവുന്നെങ്കിൽ ഡൊമസ്റ്റിക് ആകാം, ഇൻ്റർനാഷണൽ ആകാം, അക്കാദമിക്, ബിസിനസ് ആകാം. ഇത്തരത്തിലുള്ള കുറേ ഓർഗനൈസേഷണൽ നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്തിട്ട് പല കൈൻഡ് ഓഫ് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 1960 ബോബ് ടെയ്ലർ എന്ന് പറയുന്ന ആളാണ് എന്ത് പറയുന്നത് ഫസ്റ്റത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കായ ആർപ്പാനെറ്റ് കണ്ടുപിടിച്ചത്. അപ്പം ബോബ് ടെയ്ലർ ആണ് ഫാദർ ഓഫ് ദ ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ആർപ്പാനെറ്റ് 1960 ഡെവലപ്പ് ചെയ്തത്. ഇനി നമ്മൾ ബ്രീഫായിട്ട് ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണത്. നമ്മളിപ്പം ഇവൻ ട്രാവൽ ചെയ്യാണ്, എവിടെ ഇരുന്നാലും നമ്മൾ ഏത് കണ്ടീഷനിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, നെറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്ന മെയിൻ 2 ടോപ്പിക്കുകളാണ് ISP ആൻഡ് ഇൻ്റർനെറ്റ് ബാക്ക്ബോൺ. ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം. അത് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പേഴ്സണലി നമുക്ക് ഇൻ്റർനെറ്റ് വേണം, അപ്പോൾ ആ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. അതായത് നമ്മൾ എത്തർനെറ്റ് കേബിളുകൾ അതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മേ ബി ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ട്രാഫിക് ഇൻ ദി ഇൻ്റർനെറ്റ്. അതായത് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വെരി വാസ്റ്റ് ഇൻ ട്രാഫിക്കിൻ്റെ ടേംസിൽ, അല്ലെങ്കിൽ കുറേ എൻഡ് സിസ്റ്റംസ് ഉണ്ടാവും, നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഡിവൈസസ് ഉണ്ടാവും, അതേപോലെ ഇൻ്റർ കണക്റ്റിംഗ് ലിങ്ക്സ് ഒക്കെ വെരി വാസ്റ്റ് ആയിരിക്കും. അതായത് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടിംഗ് ഡിവൈസസിൻ്റെ ഹെൽപ്പോടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്, അതായത് നമ്മുടെ ലാപ്പ്, ഫോണ്, ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡ് സിസ്റ്റം അഥവാ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമുക്ക് കുറേ സർവീസസുകളും അതേപോലെ കണക്ഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. കണക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ DSL അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ്, സാറ്റലൈറ്റ്, ഇതേപോലത്തെ കണക്ഷൻസ്. സർവീസസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ അയക്കണം അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹോസ്റ്റിംഗ്, അല്ലെങ്കിൽ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ, ഇത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. അതായത് പേഴ്സണലി അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതായത് എൻഡ് സിസ്റ്റത്തിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഒരു ക്ലയൻറ്റ് സെർവർ ബേസിൽ പറയുകയാണെങ്കിൽ, ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പാണ്. അത് ഒരു ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഡയറക്റ്റ്ലി. പിന്നെ സെർവർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കാം, അത് ഇൻഡയറക്റ്റ്ലി ഇൻ്റർനെറ്റുമായിട്ട് എന്ത് ചെയ്യുക, കണക്റ്റഡ് ആയിരിക്കും. അപ്പം ഈ ക്ലയൻറ്റ് സെർവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ സർവീസ് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇനി ഈ ഇൻ്റർനെറ്റിൻ്റെ സർവീസിനെ എഫിഷ്യൻ്റ്ലി ആൻഡ് എന്താ പറയുക നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും വേണം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. Tier 1 ISPs, Tier 2 ISPs ആൻഡ് ലാസ്റ്റ് വൺ Tier 3 ISPs. ഇതിനൊരു ഹൈറാർക്കിക്കൽ ഫോമിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഹൈറാർക്കിക്കൽ മോഡലിനെ പറയുന്ന പേരാണ് 3 ടയർ മോഡൽ. 3 ടയേഴ്സ്, Tier 1, Tier 2, Tier 3. അതിൻ്റെ ഹൈറാർക്കിക്കൽ മോഡലിനെ പറയുന്ന പേരാണ് 3 ടയർ മോഡൽ. അതായത് ഏത് തരത്തിലുള്ള ഇൻ്റർനെറ്റ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ISPസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർനെറ്റ് ബാക്ക് ബോൺ. ഇൻ്റർനെറ്റ് ബാക്ക് ബോണിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, അതായത് ഹൈ സ്പീഡ് ട്രാഫിക്കിന്
ഒരു ഹൈ സ്പീഡിൽ ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനെറ്റ് ബാക്ക് ബോണിൻ്റെ മെയിൻ ഡ്യൂട്ടി. അതായത് വേരിയസ് നെറ്റ്വർക്ക്സിനെ ഇന്റർ കണക്ട് ചെയ്തിട്ട് വേൾഡ് വൈഡിൽ നെറ്റ്വർക്ക്, അതായത് ഓൾ ഓവർ ദ വേൾഡിൽ ഡാറ്റനെ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ഇന്റർനെറ്റ് ബാക്ക് ബോണിൻ്റെ മെയിൻ ഡ്യൂട്ടി. ഈ ഇന്റർനെറ്റ് ബാക്ക് ബോണിൽ നമ്മുടെ ടയർ 1 ISPs ആയിരിക്കും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റ് ബാക്ക് ബോണിൽ ടയർ 1 ISPs ആണുള്ളത് അല്ലേ. അപ്പം അതെന്ത് ചെയ്യും, ഇന്റേണൽ അതായത് ഇന്റർനെറ്റ് ട്രാഫിക്കിനെയൊക്കെ മെജോറിറ്റി ഇന്റർനെറ്റ് ട്രാഫിക്കിനെ ക്യാരി ചെയ്യുന്നത് നമ്മുടെ ടയർ 1 ISP ആയിരിക്കും. പിന്നെ അതേപോലെ ഇന്റർനെറ്റ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് ബാക്ക് ബോണിൽ ലാർജ് നമ്പർ ഓഫ് റൗട്ടേഴ്സ്, സ്വിച്ചസ്, അതേപോലെ ഇന്റർമീഡിയറ്റ് ഡിവൈസസ് ഉണ്ടാവും. അപ്പം ഈ ഇന്റർമീഡിയറ്റ് ഡിവൈസസ് ഒക്കെ ഇന്റർ കണക്ട് ചെയ്യണം. ഇതൊക്കെ ഇന്റർ കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു നെറ്റ്വർക്കിന്റെ ഉള്ളിൽ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെരി ഹൈ സ്പീഡ് ലിങ്ക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മുടെ എക്സാമ്പിൾ ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക്സ്. ഇത്തരത്തിലുള്ള ഹൈ സ്പീഡ് ലിങ്ക്സിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ സ്വിച്ചസും റൗട്ടേഴ്സും അതേപോലെ ഇന്റർമീഡിയറ്റ് ഡിവൈസസിലൊക്കെ ഈ ഇന്റർനെറ്റ് ബാക്ക് ബോണിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മെനി കമ്പനീസ് അതേപോലെ തന്നെ ബിസിനസ് പരമായ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ബാക്ക് ബോൺ ആയിരിക്കും യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇന്റർ കണക്ഷൻ എങ്ങനെയാണ്, ഇന്റർ കണക്ഷൻ ഓഫ് ISPs എങ്ങനെയാണ് ഇത് ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. അതായത് the network through which end system connect to the internet is called as the access network. അതായത് എൻഡ് സിസ്റ്റം എന്താ നമ്മൾ പറഞ്ഞു, നമ്മുടെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്. ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് അതായത് ഈ എൻഡ് സിസ്റ്റത്തിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിന് പറയുന്നതാണ് എന്ത്, ആക്സസ് നെറ്റ്വർക്ക്. അതായത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ നെറ്റ്വർക്ക്, എൻഡ് സിസ്റ്റം നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ നെറ്റ്വർക്ക് ആണ് എന്ത് പറയുന്നത്, ആക്സസ് നെറ്റ്വർക്ക്. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN, പേഴ്സണൽ നെറ്റ്വർക്ക് PAN, അതിനൊക്കെ നമ്മൾ എക്സാമ്പിളാണ്. ഇനി ഈ ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ടയർ 3 ISPsന്റെ ഹെൽപ്പോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടയർ 3 ISPsന്റെ ഹെൽപ്പോടെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടും. ആക്സസ് നെറ്റ്വർക്ക് എന്ന് കൂടാണ്ട് ആക്സസ് ISPs എന്നും അറിയപ്പെടും. അതെന്ന് പറയുന്നത് എവിടെയാണ് ഉണ്ടാവുക, ടയർ 3 ടയർ മോഡലിന്റെ ബോട്ടം പോർഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു ആക്സസ് ISPs ആർ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ISPs ഇൻ ദ ഇന്റർനെറ്റിലെ ലാർജസ്റ്റ് നമ്പർ ഓഫ് ISPs ഏതായിരിക്കും, ആക്സസ് ISPs ആയിരിക്കും. ഓക്കെ, ഇനി ടയർ 1 ISPs എന്ന് പറയുന്നത് ടയർ 3നെയും 2 അപേക്ഷിച്ച് നോക്കുമ്പോൾ ലെസ് നമ്പർ ആയിരിക്കും. അതെന്ന് പറയുന്നത് ഹൈറാർക്കിന്റെ ടോപ്പിലായിരിക്കും. അപ്പോൾ ഈ എല്ലാ ടയേഴ്സ്, ഈ ISPsiലുള്ള എല്ലാ 3 ടയേഴ്സും എന്താ പറയുക, പലതരത്തിലും സിമിലർ ആയിരിക്കും നെറ്റ്വർക്കിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന കണക്റ്റിംഗ് ലിങ്ക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഡിവൈസസ്, നമ്മുടെ റൗട്ടേഴ്സ്, അതേപോലത്തെയൊക്കെ എല്ലാ ടയേഴ്സിനും അതായത് 1, 2, 3 ISPsiനും സെയിം ആയിരിക്കും. പിന്നെ ഈ ടയർ 1 ISPs എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിലേറ്റീവ്ലി ലെസ് ഇൻ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 622 megabytes per second to 2.5 to 10 gigabytes per second ആയിരിക്കും. പിന്നെ ഈ റൂട്ടേഴ്സ് ഓഫ് ടയർ 1ന്റെ റൂട്ടർ എന്ന് പറയുന്നത് ഹൈ റേറ്റ് ലിങ്ക്സിൽ എന്ത് ചെയ്യും, ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ടയർ 1 ISPs എന്ന് പറയുന്നത് വേറെ ടയർ 1 ISPsuമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇനി നെക്സ്റ്റ് വൺ, ടയർ 1 ISPsനെ നമ്മൾ പറയുന്നത് വേറൊരു പേരാണ് എന്ത്, ഇന്റർനെറ്റ് ബാക്ക് ബോൺ നെറ്റ്വർക്ക് എന്നും പറയും. അതായത് ടയർ 1നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഇന്റർനെറ്റ് ബാക്ക് ബോൺ നെറ്റ്വർക്ക്. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സം ഓഫ് ദ ടയർ 1 ISPsന് എക്സാമ്പിൾ ആണ് സ്പ്രിന്റ്, MSI, AT&T, ലെവൽ 3, കേബിൾ ആൻഡ് വയർലെസ്. ഇതേപോലത്തെ ഒക്കെ എന്താ പറയുക ടയർ 1 ISPsന് എക്സാമ്പിൾ ആയിരിക്കും. അതായത് ഈ ടയർ 1 ISPs എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ടയർ 2 ISPs ആയിരിക്കും ISPsuമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ടയർ 2 ISPs എന്ന് പറയുന്നത് റീജിയണൽ അല്ലെങ്കിൽ നാഷണൽ കവറേജ് ഉള്ള എന്താ പറയുക ഒരു ISPs ആണ് ടയർ 2 ISPs. അതായത് ഈ ടയർ 2 ISPs എന്ന് പറയുന്നത് ഈ ടയർ 1ന്റെ
എന്താ പറയുക കണക്ട് ചെയ്തിരിക്കുന്ന ടയർ 1ൻ്റെ ഒരു കസ്റ്റമറാണെന്ന് പറയാം. അതായത് ഈ കണക്റ്റഡ് കസ്റ്റമേഴ്സിന് ഈ ടയർ 1 എന്ത് ചെയ്യും, സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി അതേപോലെ കമ്പനീസ്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്താ പറയുക ഹൈ സ്പീഡ് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ലെസ് ഡിലേ ആയിട്ടുള്ള എന്താ പറയുക ആക്ഷൻസ് ഒക്കെ നടത്തണം അല്ലെങ്കിൽ കണക്ഷൻസ് വേണമെങ്കിൽ അതെന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ടയർ 1ഉം ടയർ 2ഉം ISPs ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഈ ടയർ 2 ISPs നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ടയർ 2 ISPs നെറ്റ്വർക്കുമായിട്ടും കണക്ട് ചെയ്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ടയർ 1 വേറൊരു ടയർ 1 ISPs ആയിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ ടയർ 2ഉം വേറൊരു ടയർ 2 ആയിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കും. ഇനി ടയർ 2ൻ്റെ ബിലോയിൽ വരുന്ന, അതായത് തൊട്ട് താഴെ വരുന്ന ടയറാണ് നമ്മുടെ ടയർ 3 ISPs. ഏറ്റവും ബോട്ടം ഹൈറാർക്കിയിൽ ഏറ്റവും ബോട്ടത്തിലുള്ള ടയറാണ് ടയർ 3 ISPs. അതായത് ലാർജർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടയർ 3 എന്ന് പറയുന്നത്. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 അതിലധികമോ ടയർ 2 ISPsൻ്റെ ഹെൽപ്പോടെ അല്ലെങ്കിൽ അവയായിട്ട് കണക്ട് ചെയ്തിട്ട് ലാർജർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ടയർ 3. പിന്നെ ടയർ 3ൻ്റെ താഴെ വരുന്ന അറ്റ് ലോവസ്റ്റ് ലെവലിൽ വരുന്ന ഒരു ISPs ആണ് നമ്മുടെ ആക്സസ് ISPs. ആക്സസ് ISPs എന്താണെന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. ഇനി അല്ലെങ്കിൽ ഈ എൻഡ് സിസ്റ്റം ഇപ്പം നമ്മൾ ഇതിനൊരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഈ എൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ ആക്സസ് ISPs ആയിട്ടും പറയാം. അതായത് 2 ISPs തമ്മിൽ കണക്റ്റഡ് ടു ഈച്ച് അതർ ആണെങ്കിൽ അതിന് ഇന്ന് നമ്മൾ പറയും പ്യുർ ISPs എന്ന് പറയും. അതായത് 2 ISPs ടയർ 1 ഓർ ടയർ 2 ISPs എന്ന് പറയുന്നത് കണക്റ്റഡ്, രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്ട്ലി കണക്ട് ടു ഈച്ച് അതർ, ദെൻ ദേ ആർ സെഡ് ടു ബി പ്യുർ ISPs. ഇത്രയാണ് നമ്മുടെ ISPsനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇനി വേറൊരു ടൈമാണ് പോയിന്റ് ഓഫ് പ്രസൻസ്, അതായത് POPs. അതായത് ISPs നമ്മൾ പറഞ്ഞു വേറൊരു ISPs ആയിട്ട് കണക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ദ പോയിന്റ് അറ്റ് വിച്ച് ആൻ ISPs കണക്ട് ടു അതർ ISPs. അപ്പം ഈ വേറൊരു ISPs ആയിട്ട് കണക്ട് ചെയ്യുമ്പം അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് വേറെ ആ ISPs എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബിലോ ഉള്ളതാകാം, അല്ലെങ്കിൽ എബോവ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം ടയറിലുള്ള ISPs. ഏത് ISPs ആയിട്ടും ഒരു ISPsനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ അതിനെ പറയുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണെന്ത്, പോയിന്റ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം സെയിം ടയറിലുള്ളതാകാം അല്ലെങ്കിൽ ആ ടയറിന് താഴെയോ മേലെയുള്ള വേറെ ഏത് ISPs ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആ കണക്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടാക്സോണമി ഓഫ് നെറ്റ്വർക്ക്. ടാക്സോണമി ഓഫ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ സ്കെയിൽസ്, അതിൻ്റെ ട്രാൻസ്മിഷൻ മേ ബി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാകാം, മേ ബി വയർലെസ് ആകാം, വയേർഡ് ആയിട്ടാകാം, അതിൻ്റെ സ്ട്രക്ചർ പല രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ സ്കെയിൽസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ക്രൈറ്റീരിയ കൂടാണ്ട് വേറെ എന്തൊക്കെയാണ്, ഫിസിക്കൽ ഏരിയ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏത് ഏരിയയിലാണ് നമ്മുടെ ഡിവൈസസുകൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കണം. മേ ബി നമ്മുടെ അടുത്താകാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാകാം, അല്ലെങ്കിൽ വേറെ ഒരു എന്താ പറയുക ജിയോഗ്രഫിക്കൽ ഏരിയയിലാകാം. അങ്ങനെ പല സ്ഥലത്തിലും നമുക്ക് കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകൾ വെച്ചിട്ട് നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കുകൾ പല രീതിയിലായിരിക്കില്ല അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ഏരിയ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഉള്ള ഒരു എന്താ പറയുക സെറ്റപ്പ്, അതിനെയാണ് ടാക്സോണമി ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ടാക്സോണമി ഓഫ് നെറ്റ്വർക്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പാൻ ഈസ് ഫോർ ഒരു പേഴ്സൺ, അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്ഥിരം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത്,
ഇപ്പം നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. അപ്പം രണ്ട് വ്യക്തികൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഡിയോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് വഴി നമ്മൾ ഷെയർ ചെയ്യും. നമ്മുടെ മൊബൈലിലുള്ള ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ട വീഡിയോ ഓഡിയോ കണക്ട് ചെയ്യുന്നു. ഈ ബ്ലൂടൂത്ത് കണക്ഷൻ അല്ലെങ്കിൽ ഈ പാൻ എന്ന് പറയുന്നത് ഒരു സ്മോൾ ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, ഒരു സ്മോൾ ഏരിയ ഓഫ് റേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂ മീറ്ററിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അതായത് ഇസ് എ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ഫോർ എ പേഴ്സൺ ഫോർ എ സ്മോൾ ഏരിയ ഓഫ് ദ റേഞ്ച് ഓഫ് എ ഫ്യൂ മീറ്റർ. ഒരു 3 മീറ്റർ, ഒരു 5 ഇഞ്ച്, അങ്ങനെ ഒരു റേറ്റിലാണ് നമുക്ക്, ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് കിട്ടുള്ളൂ. അതായത് നമ്മുടെ USB ഡാറ്റ കേബിൾ, അതായത് ഇതെന്ന് പറയുന്നത് വയേർഡ് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ USB കേബിൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കും. അത് വയർലെസ്സിന് എക്സാമ്പിളാണ് ബ്ലൂടൂത്ത്. നമ്മളൊരു ഫോണിൽ നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഫോണും അത്രയും അടുത്തായിരിക്കണം, നമ്മൾ രണ്ട് ഡിവൈസസുകൾ അത്രയും ക്ലോസ്ലി ഇരിക്കുന്നതായിരിക്കണം, എന്നാലും മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ബ്ലൂടൂത്ത് ആണെങ്കിലും, ബ്ലൂടൂത്ത് വെച്ചിട്ടുള്ള ട്രാൻസ്ഫറിങ് ആണെങ്കിലും കുറഞ്ഞ ഏരിയയിൽ അല്ലെങ്കിൽ കുഞ്ഞ് റേഞ്ചിൽ മാത്രമുള്ള ഡിവൈസസുകളാണ് നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതേപോലെ ഈ പാനിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഈ പാനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു തേർഡ് പാർട്ടീൻ്റെ ആവശ്യമൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അതായത് ഇത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓട്ടോണമസ്ലി എന്ത് ചെയ്യും, അതിൻ്റെ ഷെയറിങ് ചെയ്യേണ്ട ഡിവൈസസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അതായത് ഇപ്പം ബ്ലൂടൂത്ത് ആണ് മെയിൻ എക്സാമ്പിൾ. നമുക്ക് ബ്ലൂടൂത്ത് അറിയാം, നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പം പർട്ടിക്കുലർ അപ്പുറത്തുള്ള റിസീവറിൻ്റെ ഫോണിൽ ബ്ലൂടൂത്ത് നെയിം കാണിക്കുന്നു, കണക്ട് ചെയ്യുന്നു, വിത്തിൻ സെക്കൻഡ് നമുക്ക് ഡാറ്റ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിനുള്ള കുറേ എക്സാമ്പിൾസ് ആണ് നമ്മുടെ വയർലെസ് പാന്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ TV കൺട്രോൾ ചെയ്യുന്നത്. TV എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഇൻഫ്രാറെഡ് അത് പറയുന്ന ഒരു കുഞ്ഞ് ഡിസ്റ്റൻസിൽ ഒരു പർട്ടിക്കുലർ ഏരിയൻ്റെ ഉള്ളിൽ മാത്രമേ നമ്മൾ റിമോട്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ TVനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ TVനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ വയർലെസ് കീബോർഡ്, മൗസ്, പ്രിൻറ്റേഴ്സ്, നമ്മുടെ CCTV, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാർകോഡ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ബാർകോഡ് സ്കാനർ, ഇതൊക്കെ നമ്മുടെ പാനിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ അല്ലെങ്കിൽ ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയയിലായിരിക്കും, സച്ച് ആസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ക്യാമ്പസ്, നമ്മൾ എന്താ പറയുക സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന LAN ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ റൂമിൻ്റെ ഉള്ളിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ്, അത് മേ ബി വയർലെസ് ആകാം. വയർലെസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് മേ ബി യൂസിങ് ഹബ് അല്ലെങ്കിൽ സ്വിച്ചസ് വഴിയായിട്ടായിരിക്കും. ഇനി വയേർഡ് ആണെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് അതേപോലെയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡിവൈസസുകൾ കണക്റ്റഡ് ആയിരിക്കും. പിന്നെ അതായത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണൽ ആവശ്യം, എഡ്യൂക്കേഷണൽ, അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ LAN യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് പ്രിൻ്റർ, സ്കാനർ. അതായത് കുറേ ഡിവൈസസിന് ഒരൊറ്റ പ്രിൻ്ററിനെ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും, അതൊരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ. ഇനി നെക്സ്റ്റ് വണ്ണാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, MAN. അതായത് ഈ MANൻ്റെ കവറേജ് എന്ന് പറയുന്നത് ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ, അത് ആ ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിൽ സിറ്റിയിലുള്ള ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 100 km/s, ആ ഒരു റേഞ്ചിലായിരിക്കും വരിക. പിന്നെ ഈ MAN എന്ന് പറയുന്നത് വയേർഡ് ഓർ വയർലെസ് ആയിരിക്കും, നമ്മുടെ ഈ റൗട്ടറൊക്കെ യൂസ് ചെയ്യും, അതാണ് MANൽ. പിന്നെ TV കേബിൾ നെറ്റ്വർക്ക്, പിന്നെ സിറ്റി, അതേപോലെ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്, നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ഷനൊക്കെ എടുക്കില്ല, അതൊക്കെ MAN എക്സാമ്പിളാണ്. പിന്നെ വരുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്തേണ്ട വേറെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ മെനി സിറ്റീസ്, സ്റ്റേറ്റ്സ്, കൺട്രീസിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിനാണ് നമ്മൾ WAN എന്ന് പറയുന്നത്. അതായത് ജിയോഗ്രഫിക്കൽ ഏരിയ, സിറ്റീസ്, കൺട്രീസിലൊക്കെയുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകളെ പരസ്പരം കണക്ട് ചെയ്യുക, അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഈ WANൽ മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് ലാർജ് ജിയോഗ്രഫിക്കൽ സ്കെയിലിൽ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നമുക്ക് എന്താ പറയുക, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഈ WANന് ഒരു മെയിൻ എക്സാമ്പിളാണ്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാന്ന് പറഞ്ഞു. ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ WAN നമ്മൾ 3 കാറ്റഗറൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്, ഗ്ലോബൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ്. ഈ എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്ക് അതായത് മാനേജ് അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതാണ് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സെവറൽ ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്തതായിരിക്കും ഗ്ലോബൽ നെറ്റ്വർക്ക്.
പിന്നെ ഇന്റർനെറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം, വേൾഡ് വൈഡ് സ്കോപ്പ് ഉള്ളതാണ്. അതിൽ കുറേ മെയിൻലി ലാൻഡ്സ് ഉണ്ടാവും, വാൻസ് ഉണ്ടാവും, മാൻസ് ഉണ്ടാവും, അങ്ങനെ മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അതായത് എൻറ്റയർ വേൾഡിൽ നമുക്ക് ആക്സസ് കിട്ടുന്നതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വാനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: എന്റർപ്രൈസ്, ഗ്ലോബൽ ആൻഡ് ഇന്റർനെറ്റ്. ഇനി ഇത് കൂടാണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറച്ച് വേറെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ നമ്മൾ എന്താ പറയുക, ഇത് കൂടാണ്ട് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ വേറെ പല ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ടോപ്പോളജി. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ ഫിസിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനാണ് നമ്മൾ ഒരു നെറ്റ്വർക്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന് കുറേ എക്സാമ്പിളാണ് ബസ് ടോപ്പോളജി, സ്റ്റാർ, മെഷ്, അതേപോലെ റിംഗ് ടോപ്പോളജി എന്നൊക്കെ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ആണ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ പറഞ്ഞാൽ പിയർ ടു പിയർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ഇപ്പോൾ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞു, എല്ലാം നമ്മൾ ക്ലയന്റ് സെർവർ മോഡലിലാണ്. നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നു, ഒരു ക്ലയന്റ് റിക്വസ്റ്റ് അയക്കുന്നു, ആ റിക്വസ്റ്റ് ഒരു സെർവറിൽ എത്തുന്നു, ആ സെർവർ നമുക്ക് തിരിച്ച് റെസ്പോൺസ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ടെക്നോളജി. ട്രാൻസ്മിഷൻ ടെക്നോളജിയിൽ വരുന്നതാണ് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് ആൻഡ് പോയിന്റ് ടു പോയിന്റ് ഓർ സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് എന്താണെന്ന് നമുക്കറിയാം. അതായത് ഇപ്പം ഒരു ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനലായിരിക്കും അവിടെ യൂസ് ചെയ്യുക. അതായത് അതെന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കണക്റ്റഡ് ഹോസ്റ്റും ആ ഒരു സെയിം ലിങ്ക് ആയിരിക്കും അല്ലെങ്കിൽ ചാനലായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് കൊടുക്കാറുണ്ട്. ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഹോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് അയക്കുള്ളൂ. അത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹോസ്റ്റിൽ നിന്ന് ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ ഹോസ്റ്റിലേക്ക് എന്താ പറയുക, ആക്സസ് കൊടുക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതിനാണ് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയാം. ഇനി ഈ ബ്രോഡ്കാസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് കുറേ ഡ്രോബാക്സ് ഉണ്ട്. അതായത് മേ ബി കൺജഷൻ വരാൻ അല്ലെങ്കിൽ ട്രാഫിക് വരാൻ. കാരണം ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഹോസ്റ്റിലേക്കും ഈ സെയിം നമ്മളെ ട്രാൻസ്മിഷനാണ് നടത്തുക. ഇനി ഇപ്പം നമ്മളൊരു ഹോസ്റ്റ്, ആ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഹോസ്റ്റിന് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെയാണ് മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പം ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഗ്രൂപ്പിന്റെ പേര് നമുക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഇതേപോലെ ഈ ബ്രോഡ്കാസ്റ്റിങ്ങിന്റെ ഇഷ്യൂ പോലെ എന്താ പറയുക, കൺജഷനോ ട്രാഫിക്കോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരില്ല. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോട്ടോക്കോള്. എല്ലാവരും കേട്ടിട്ടുള്ള പ്രോട്ടോക്കോൾ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ, IP പ്രോട്ടോക്കോൾ. IP അഡ്രസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് ഒരു ഡിവൈസസിനെ യൂണീക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും IP അഡ്രസ്സ് യൂസ് ചെയ്യുക. അതേപോലെ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ചാൽ മെയിൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് എങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം, സെർവറിൽ നിന്ന് അല്ലെങ്കിൽ ക്ലയന്റ് സെർവർ കൺസെപ്റ്റാണ്. ഈ ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് എങ്ങനെ ഡാറ്റ പോകണം, അതായത് എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ഇതിനൊക്കെ ഉള്ളൊരു റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിന് വേറൊരു കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് അവർക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോട്ടോകോള്. ഈ പ്രോട്ടോകോൾ ഡിഫൈൻസ് ദ ഡാറ്റ ടൈപ്പ്. അതായത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഡാറ്റ ഏതാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കമാൻഡ്സ്. അതായത് ഡാറ്റനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് കമാൻഡ്സ്, അതായത് സെൻഡ് ആണോ റിസീവ് ആണോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് ഇനി ഡാറ്റ സെൻഡ് ചെയ്യുക, എങ്ങനെയാണ് ഡാറ്റ റിസീവ് ചെയ്യുക, ഇത്തരത്തിലുള്ള എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ എവിടെ ഉണ്ടാവും, ഒരു പ്രോട്ടോകോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് കുറേ പ്രോട്ടോകോളിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫോർ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. വയേർഡ് നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് എത്തർനെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ IEEE 802.11 പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ പല ആവശ്യങ്ങൾക്കും പല പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഓവർ ദ ഇന്റർനെറ്റ് വഴിയായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇനി ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിന് 4
ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. ആപ്ലിക്കേഷൻ ലെയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടോക്കോളുകളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് HTTP. പിന്നെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ SMTP, പിന്നെ പോപ്പ് എന്ന് പറയുന്ന പ്രോട്ടോക്കോള്, അതേപോലെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു വെബ് പേജ് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും HTTP/.www അങ്ങനത്തെ yahoo.com ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു വെബ് പേജ് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ക്ലയൻറ്റ് ടു സെർവർ അല്ലെങ്കിൽ സെൻഡർ ടു റിസീവറിൻ്റെ ഇടയിൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോള്. പിന്നെന്ന് പറയുന്നത് SMTP എന്ന് പറയുന്നത് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. അതുപോലെ FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഓരോ പർപ്പസിനും ഓരോ തരത്തിലുള്ള പ്രോട്ടോക്കോൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടോക്കോളെല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് TCP, അതേപോലെ UDP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളും. പിന്നെ നെറ്റ്വർക്ക് ലെയറിൽ വരുന്നതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതിന് 2 വേർഷൻസ് ഉണ്ട്, IP4 ആൻഡ് IP6. 4.6 IPv4ഉം IPv6ഉം ഈ 2 വേർഷൻസ് ആണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനുള്ളത്. ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്നതാണ് നമ്മൾ എന്താ പറയുക എതർനെറ്റ്, ഇതൊക്കെ ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന പ്രോട്ടോക്കോൾസ് ആണ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾസ് എന്താണെന്ന് നോക്കാം. അതായത് ഇൻ്റർനെറ്റ് യൂസേഴ്സിന് എന്താ പറയുക വേരിയസ് ഇൻ്റർനെറ്റ് റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ ആണ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. HTTP ഉണ്ട്, വെബ് പേജിനെ ആക്സസ് ചെയ്യാനാണ്. അതേപോലെ SMTP ഉണ്ട്, DNS ഉണ്ട്. DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം. ഇപ്പം ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, IP അഡ്രസ്സിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ IP നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ DNS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ നെയിമിൽ നിന്ന് എന്ത് ചെയ്യുക, IPനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, അതിൻ്റെ കറക്റ്റ് പാത്ത് ഡിഫൈൻ ചെയ്യുക, അത് എങ്ങനെയാണ് പോകുന്നത്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാണ് ട്രാൻസ്പോർട്ട് ലെയർ. പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് പ്രൊവൈഡ് 2 ways ടു ട്രാൻസ്മിറ്റ് ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ 2 വേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിലയബിൾ ഡാറ്റ ഡെലിവറി ആൻഡ് അൺറിലയബിൾ ഡാറ്റ ഡെലിവറി. അതേപോലെ തന്നെ റിലയബിൾ ഡാറ്റ ഡെലിവറി എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്യും, അതായത് സെൻഡ് ഡാറ്റ ഈസ് റിസീവ്ഡ് കറക്റ്റ്ലി ആൻഡ് ഇൻടാക്ട് വേർ ആസ് UDP പ്രൊവൈഡ്സ് അൺറിലയബിൾ ഡാറ്റ. അതായത് TCP UDP നമ്മൾ പറഞ്ഞു, ട്രാൻസ്പോർട്ട് ലെയറിൽ TCP UDP ഉണ്ട്. TCP എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെലിവറി, അതായത് കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത ഡാറ്റ റിസീവ് ചെയ്തോ നോക്കും. UDP പ്രൊവൈഡ് ചെയ്യുന്നത് അൺറിലയബിൾ ഡാറ്റയാണ്, അതായത് കറക്റ്റായിട്ട് ഡാറ്റ സെൻഡ് ചെയ്തോ പക്ഷെ റിസീപ്റ്റ് അതായത് റിസീവറിൽ എത്തിയോ എന്നുള്ളത് നോട്ട് ബോധേഡ് ആണ്. TCP എന്ന് പറഞ്ഞാൽ റിലയബിളും UDP എന്ന് പറഞ്ഞാൽ അൺറിലയബിളും ആയിരിക്കും. TCP എന്ന് പറയുന്നത് ഡാറ്റ സെൻഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് റിസീവ്ഡ് ചെയ്തോ എന്നുള്ളത് മീൻസ് കൺഫേം ചെയ്യും. UDP എന്ന് പറയുന്നത് മീനിങ് ദാറ്റ് ഈസ് സെൻഡ് ആൻഡ് കൺഫർമേഷൻ ഓഫ് റിസീപ്റ്റ് നോട്ട്, അതായത് കൺഫർമേഷൻ, അതായത് റിസീവ് ചെയ്തോ എന്നുള്ളതൊന്നും ബോധരല്ല, ഡാറ്റ കറക്റ്റായിട്ട് സെൻഡ് ചെയ്തോ എന്നുള്ളത് UDP എന്താ പറയുക ഉറപ്പുവരുത്തും. ഇനി നെക്സ്റ്റ് ആണ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിലെ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഡാറ്റ ഇൻ ദ ഇൻ്റർനെറ്റ്, അതായത് ഇൻ്റർനെറ്റുമായിട്ട് ആക്സസ് കൊടുക്കുക, അതിലേക്ക് എന്താ പറയുക ഇൻ്റർനെറ്റ് ഡാറ്റ ആക്സസിന് വേണ്ടിയിട്ടുള്ള റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ കുറേ പ്രോട്ടോകോൾസ് കണ്ടു. പിന്നെ അതിൽ മെയിൻ വരുന്നതാണ് IP എന്ന് പറയുന്നത് ഹോസ്റ്റ് ആൻഡ് ഡെലിവറി, അതായത് അഡ്രസ് ഓഫ് ദ ഹോസ്റ്റ് ആൻഡ് ഡെലിവറി ഓഫ് ഇറ്റ് ടു ദ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ്, അതായത് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് പ്രൊവൈഡ് ചെയ്യുക. IP നമ്മൾ പറഞ്ഞു, IP അഡ്രസ്സ്. ഇപ്പം നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ സെർവറുമായിട്ട് അല്ലെങ്കിൽ ഗൂഗിളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡാറ്റ നമുക്ക് ചോദിക്കണം അല്ലെങ്കിൽ
റെസ്പോണ്ട് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുക. ഇനി ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ അതായത് പ്രോട്ടോകോൾസ് ആർ ഡിപ്പെൻഡ് ഓൺ ദ കൈൻഡ് ഓഫ് ടോപ്പോളജി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതേപോലെ വയേർഡ് നെറ്റ്വർക്ക് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന എത്തർനെറ്റ് നമ്മൾ പറഞ്ഞു. ഇപ്പം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഇൻ്റർനെറ്റിന് ആക്സസ് കൊടുക്കുന്നതൊക്കെ നമ്മൾ പലതരത്തിലുള്ള എത്തർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വയർലെസ് വയേർഡ് ടോപ്പോളജിയൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇത്തരത്തിലുള്ളതാണ് ഡാറ്റ ലിങ്ക് ലെയറിൽ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രോട്ടോകോൾസ് എന്താണെന്ന് മനസ്സിലായി. അതായത് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ കുറേ റൂൾസ് വേണം. ആ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എന്താ പറയുക റെഗുലേഷൻസ്, എങ്ങനെയാണ് ഡാറ്റ പോകേണ്ടത്, അതായത് ഒരു മെയിൽ നമ്മൾ അയക്കുന്ന സമയത്ത് ആ മെയിൽ എങ്ങനെയാണ് അവിടെ എത്തുക, അതിനുള്ള എല്ലാവിധ റെഗുലേഷൻസ് റൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.